ഗുഡ് മോർണിംഗ്, പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ അമേരിക്കയിൽ ഒരു സ്ത്രീ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പോയി. ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പോയപ്പോൾ അവിടെ ഇരുന്ന ക്ലർക്ക് ചോദിച്ചു, പല കാര്യങ്ങളും ചോദിച്ചു. ഫോം ഫില്ല് ചെയ്ത് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഓക്കുപ്പേഷൻ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പെട്ടെന്ന് പെർപ്ലെക്സ്ഡ് ആയിട്ട് നിന്ന് ചിന്തിച്ചു, എന്തായിരിക്കും എൻ്റെ ഓക്കുപ്പേഷൻ? അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു വന്ന്, ഞാനൊരു അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ക്ലർക്ക് പറഞ്ഞു, അമ്മ എന്നൊരു ഓക്കുപ്പേഷൻ ഇല്ല, ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിട്ടു. പക്ഷെ അന്ന് മുതൽ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി, അമ്മ എന്നുള്ളതൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമല്ലേ, ഒരു വലിയ ജോലി തന്നെ അല്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചു. അടുത്ത പ്രാവശ്യം വേറെ ഒരു ഗവൺമെന്റ് ഓഫീസിന്റെ അകത്ത് അവരിതുപോലെ പോയപ്പോഴത്തേക്ക് അവരോട് അവിടുത്തെ ക്ലർക്ക് ചോദിച്ചു, നിങ്ങളുടെ ഓക്കുപ്പേഷൻ എന്താണ്? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ ആം എ റിസർച്ച് അസോസിയേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നമുക്കിതൊരു തമാശയായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ജോലിയും ദൈവം ഭരമേൽപ്പിച്ച പോലൊരു സിസ്റ്റം നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ അമ്മമാരിലാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലേക്ക് പോയ വഴിക്ക് അനേക സ്ത്രീകൾ കരഞ്ഞപ്പോൾ യേശു ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് പോയി, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങൾ കരയരുത്, നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾ കരയുക എന്നുള്ളത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞതുപോലെ, യു ആർ എ റിസർച്ച് അസോസിയേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. അത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ റിസർച്ച് ലാബിൻ്റെ അകത്ത് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് നിങ്ങളുടെ മക്കൾ. പക്ഷേ നമ്മൾ സദൃശ്യവാക്യം വായിക്കുമ്പോഴത്തേക്ക് സദൃശ്യവാക്യം എഴുതിയിരിക്കുന്ന ഇങ്ങനെ പറഞ്ഞു, തൻ്റെ അമ്മ പറഞ്ഞു തന്ന വാക്കുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നുള്ളത്. ദൈവം നമ്മുടെ ഭൂമിയിൽ അനേക അമ്മമാരെ ആക്കി വച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും സ്നേഹിക്കാൻ, വളർത്തുവാൻ, നറിഷ് ചെയ്യുവാൻ, ചെറിഷ് ചെയ്ത് കെയർ ചെയ്ത് ബിൽഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒത്തിരി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി നിങ്ങളൊരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഭർത്താവായിരിക്കാം, നിങ്ങളുടെ ഭാര്യ ഒരു അമ്മയായിരിക്കാം. ഇന്ന് പകലിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ നൽകിയിരിക്കുന്നതാണ് അമ്മ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം ദൂതൻ വന്ന് അറിയിക്കുമ്പോൾ ആദ്യം അമ്മ മറിയത്തിനടുക്കലാണ് ഇതെല്ലാം പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഇത് സംഭവിക്കാൻ പോകുന്നു. കർത്താവിന്റെ ആദ്യത്തെ ഗ്ലോറിയസ് മിറക്കിളുടെ അകത്ത് അമ്മയുടെ റോള് ഉണ്ടായിരുന്നിട്ട് കാണുന്നു. കാൽവരി ക്രൂശിൽ ശിഷ്യന്മാര് വിട്ടേച്ച് പോയപ്പോഴും അമ്മ അവിടെ നിപ്പുണ്ട്. പെന്തക്കോസ്ത് ദിവസത്തിൽ അപ്പർ റൂമിലുള്ള പ്രാർത്ഥനയ്ക്കകത്തും അമ്മയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വവും പ്രിവിലേജുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റിസർച്ച് അസോസിയേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരു പ്രത്യേക കൃപ നൽകട്ടെ. ഗോഡ്ലി മക്കളെ പ്രസവിക്കാൻ, ഗോഡ്ലി മക്കളെ ജനിപ്പിച്ച് അവരെ വളർത്തിയെടുത്ത് ഗോഡ്ലി ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അകത്ത് അവരെ പ്ലേസ് ചെയ്യുവാൻ കർത്താവ് അനേകരെ സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾ വളരെ പ്രിവിലേജ്ഡ് ആണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ശബ്ദം കേട്ട എല്ലാ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിൽ കർത്താവിന്റെ അമ്മയാകുന്ന മറിയത്തിന് ഫേവർ നൽകിയതുപോലെ, കൃപ നൽകിയതുപോലെ, പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകത്തിന്റെ സഹായം നൽകിയതുപോലെ തന്നെ ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും ആ പ്രത്യേക ഫേവർ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യേക കൃപ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ എന്നിലും അസാധാരണമായിട്ട് ഒരു ടാസ്കും ബുദ്ധിമുട്ടോടുകൂടെ ചെയ്യാതെ, പെറുപെറുക്കത്തോടുകൂടെ ചെയ്യാതെ, ദൈവം അറിഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മക്കളെ യേശുവിനെ പോലെ വളർത്തിയെടുക്കുവാൻ, യേശുവിനെ പോലെ ആക്കി തീർക്കുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. God bless you.